ടീം. ഫസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ പ്രൈസ് മണി സെക്കൻഡും തേർഡും അടിച്ച് വാങ്ങിയിട്ട് വന്ന നമ്മളെ പുള്ളി ടീം. എത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ, എന്നാ വരെ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ട്രയലിന്റെ വടംവലിയും കഴിഞ്ഞിട്ടുള്ള പോക്കാണ് ഈ പോണത്. ജിദ്ദി പോയി മരണമാസ് പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മളെ ചെക്കന്മാരെ ട്രീറ്റ് ആണെന്ന്. ഹോട്ടലിൽ കയറുമ്പോൾ പെർഫ്യൂമിന്റെ സാമ്പിളൊക്കെ തരുന്നുണ്ടായിരുന്നു. ബ്ലോഗർ അലവിയെയും ഞാൻ ഇവിടെ വെച്ച് കണ്ടു. സാർ ഒരു സെൽഫി എടുക്കാവോ? ഇതാണ് നമ്മളെ കനിവി റിയാദിന്റെ വടംവലി ടീം എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ പ്രതീക്ഷിക്കരുത്. ഇതൊരു 10-50 ആൾക്കാരുണ്ട് കേട്ടോ. ഈ ക്ലോസിങ് സമയത്ത് ജാഥായി വരുന്ന ഞങ്ങളെ കണ്ടിട്ട് ഓരോന്ന് ചെറുതായിട്ട് നെട്ടി. ഇല്ലെങ്കിൽ ഞങ്ങൾ നെട്ടിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച ഗെയിമൊന്നുമല്ല കേട്ടോ. ഇത് ഞങ്ങൾ പ്ലേറ്റ് പാസ് ചെയ്ത് വരുന്ന കാഴ്ചയാണ്. അവിടെ സപ്ലയർ വന്നിട്ട് തരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും പാസ് ചെയ്ത് പോകണേ. ഷോപ്പിൻ്റെ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ എംപ്ലോയീസൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും മൂപ്പര് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയാൾ കേട്ടോ. ഷെഫും പോകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ ഓടി വന്ന് ജ്യൂസിൻ്റെ ഓർഡർ എടുത്തു. ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പരാൾക്ക് ആകപ്പാടെ നാട്ടപ്പിരാന്തായി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആവണില്ല. ലാസ്റ്റ് എന്തൊക്കെയോ ഓർഡർ എടുത്തുകൊണ്ട് മൂപ്പര് പോയി. തള്ളാൻ നമ്മളെ കൂടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് സമയം നമുക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. അങ്ങനെ ഇതാ ഫുഡ് എത്തിയിട്ടുണ്ട്. 2-3 കളറിലുള്ള റൈസാണ് വന്നിട്ടുള്ളത്. ഈ അവസ്ഥയിൽ പിന്നെ ഓനോട് എന്താണ് ഫുഡ് എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. ഞാനും കഴിച്ചു. റൈസിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഗ്രേവിയും അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടണമെന്ന് തോന്നുന്നു. അങ്ങനെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ ഫുൾ വ്യൂ കാണാം. ഈ കാണുന്ന ചുള്ളന്മാരുണ്ടല്ലോ, ഓരാണ് നമ്മളെ കനിവി റിയാദിന്റെ ബലം എന്ന് പറയുന്നത്. ആ ബലത്തിന്റെ നെടുന്തൂണാണ് ഈ നിൽക്കുന്ന നമ്മളെ കോച്ച്. എല്ലാവരും കട്ട സപ്പോർട്ടാണ്. എല്ലാവരെയും കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഈ വീഡിയോയിൽ ഈ ലെങ്ത് ഒന്നും മതിയാവില്ല കേട്ടോ. അതോടാണ് ഓരോരുത്തരുടെ പേര് എടുത്തെടുത്ത് പറയാത്ത കോച്ചിൽ മാത്രം ഞാൻ ഒതുക്കി നിർത്തിയത്. ഇതാണ് ഞങ്ങളെ പ്രവാസികൾക്കിടയിലെ ചെറിയ വലിയ സന്തോഷങ്ങൾ. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് വരി നമുക്ക് ഇനി വീണ്ടും ഫുഡ് കാണാം. അത് സെറ്റായിപ്പോക്കണോ. പൊറാട്ട വന്നു, ഗോതമ്പ് പൊറാട്ട വന്നു, വേറെ പലവിധം ഗ്രേവികൾ വന്നു. ഇവർ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഓരോന്നും തിന്ന് കഴിയുന്നതിനനുസരിച്ച് നെക്സ്റ്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാ ഒരു ചിക്കൻ്റെ ഗ്രേവി വന്നിട്ടുണ്ട്. അഗെയിൻ പൊറാട്ട ഒന്ന് കഴിച്ച് വയറ്റിലെത്തിയപ്പോഴേക്കണോ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചത്. ഇതൊക്കെ പാടെ വെക്കാൻ സ്ഥലം ഉണ്ടാക്കലും ടാസ്ക് ആയിരുന്നു. ഇത് കഴിക്കൽ നിർത്താൻ സാധിക്കണില്ലായിരുന്നു. കാരണം ഐറ്റംസ് വന്നുകൊണ്ടേ ഇരിക്കുന്നു. എൻ്റെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഐറ്റം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മൾ കൂട്ടം കൂടി ഇരിക്കുമ്പോൾ എത്ര ഫുഡ് വേണമെങ്കിലും കഴിക്കാമെന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഈ പാർട്ടി. അടുത്തതായി എത്തിയിട്ടുള്ളത് ചെമ്മീൻ പൊരിച്ചതായിരുന്നു. ഞാൻ അതേക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ആ സാലഡിലാണ്. ഈ അമിമോക്ക സാലഡ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആദ്യം ലിസ്റ്റ് ചെയ്ത് പോയ ഐറ്റമാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ മൊയ്ത്ത് എത്തിയിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് മൂപ്പർക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഏതൊക്കെയെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നമുക്ക് ഓരോന്നും തന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും ഒരു ബ്ലൂബെറി മിസ്സായിരുന്നു. അത് മിസ്സായതല്ല, നമ്മൾ ടേബിളിലേക്ക് എത്തുന്നതിന് മുമ്പ് അടിച്ചു മാറ്റിയതാണ്. ബ്ലൂബെറി പോലെ സ്ട്രോബെറിയും അടിച്ചു മാറ്റുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് ബാക്ക് സൈഡിലൂടെ വന്നിട്ടാണ് ഞങ്ങൾക്ക് സ്ട്രോബെറി തന്നത്. നല്ല മൂവാന്നും പറഞ്ഞ് ഞാൻ മൂപ്പരെ അപ്രീഷിയേറ്റും ചെയ്തു. ഫുഡ് ഈ എല്ലാവരും ഇറങ്ങാനായി. ഇതാ നമ്മൾ ബഷീറാക്കി വരുന്നുണ്ട്. 2 വാക്ക് മൂപ്പരോട് ചോദിക്കാം. അടിപൊളി, സൂപ്പറായില്ലേ? ജിദ്ദ മത്സരത്തിന് ശേഷം നടന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ട് മത്സരത്തിനെക്കാട്ടും വലിയ മത്സരമായിരുന്നു ഫുഡ് അടിക്കാൻ. അടിപൊളി. അടുത്ത നമ്മുടെ ടീമിന്റെ ഒരു മെയിൻ കലാപരിപാടിയാണ്. കല്യാണമാണെങ്കിലും ഫുഡ് അടിയാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് സംഗതി നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കലാപരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇറ്റുകാണെങ്കിൽ വിളിച്ചിട്ട് വരില്ല കേട്ടോ. ഇറങ്ങിയാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് പിടിച്ച് കെട്ടി വണ്ടിയിൽ കയറ്റണം. പറഞ്ഞു ഞങ്ങൾ പോയിട്ടുണ്ടാലേ.
അങ്ങനെ നമ്മൾ ഫുഡ് പരിപാടി കഴിഞ്ഞു. നമ്മൾ പോവല്ലേ? ചാച്ച ബൈ ബൈ പറയ്. വീഡിയോ കുറച്ച് ലോങ് ആണല്ലേ, സോറി കേട്ടോ. ഇത് കട്ട് ചെയ്യാൻ തോന്നാത്തോണ്ടാണ്. അപ്പോൾ ചാച്ച ബൈ ബൈ. ഉണ്ട് പ്രിയേ കൽബിലൊരാശ